സിപിഐ കുറുമ്പലാവ് ലോക്കൽ കമ്മിറ്റി ഓഫീസിനു നേരെ ഗുണ്ട ആക്രമണം. ഓഫീസിന്റെ ജനൽ പാളികളും മുൻവശത്തെ വാതിലും ഫർണിച്ചറുകളും കൊടിമരവും ഗുണ്ടാ സംഘം അടിച്ചു തകർത്തു. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. 3 അംഗ സംഘമാണ് ഇരുമ്പു പൈപ്പ് ഉപയോഗിച്ച് ഓഫീസ് തല്ലി തകർത്തത്. പഴവിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസിന്റെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. വീടിന്റെ മുൻവശത്തെ വാതിൽ ഇരുമ്പു പൈപ്പ് കൊണ്ട് അടിച്ചു കേടുവരുത്തി. വീടിന് മുന്നിലുണ്ടായിരുന്ന 2 ബൈക്കുകളും അടിച്ചു നാശമുണ്ടാക്കിയിട്ടുണ്ട്. ഈ സംഘം ദേവസ്വം ഓഫീസിലെത്തി വാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഭീഷണി മുഴക്കിയതായും പറയുന്നു. 2 ദിവസം മുൻപ് PA ദേവിദാസിന്റെ വീട് ഇതേ സംഘം ആക്രമിച്ചിരുന്നു. ക്ഷേത്രം ഉപദേശക സമിതി അംഗവും CPI കുറുമ്പലാവ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ AB ജയപ്രകാശിന്റെ വീടിന് നേരെയും അന്ന് ആക്രമണമുണ്ടായി. പഴവിൽ ക്ഷേത്രത്തിലെ ഷഷ്ടി ആഘോഷത്തിനിടയിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിരുന്നു. ഇതിൽ പ്രതിയായ യുവാവ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് തുടർച്ചയായി ആക്രമണം ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നു. സംഭവം അറിഞ്ഞ CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഓഫീസ് സന്ദർശിച്ചു. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് KK വത്സരാജ് ആരോപിച്ചു. എത്രയും പെട്ടെന്ന് പോലീസ് കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും സമാധാനാന്തരീക്ഷം ഉണ്ടാക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. കുറുമ്പലാവ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെയാണ് ഈ കിടന്നാക്രമണം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് നടന്ന ഷഷ്ടി ഉത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായ വഴക്കിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് ഇത് എത്തിച്ചിട്ടുള്ളത്. നേരത്തെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേരെയും കടന്നാക്രമണം ഉണ്ടായി. അതുപോലെ തന്നെ അമ്പല കമ്മിറ്റിയുടെ ഭാരവാഹികളായിട്ടുള്ള പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരുടെ വീടുകളിലേക്കും ഇതുപോലെ തന്നെയുള്ള കടന്നാക്രമണം ഇവിടുത്തെ ഗുണ്ടാ സംഘങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ഇതൊക്കെ പോലീസിന് കൃത്യമായിട്ട് അറിയാം. പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടി ഓഫീസിന്റെ നേരെയുള്ള ഈ കടന്നുകയറ്റത്തിന് വഴിയൊരുക്കിയതെന്നാണ് ഞങ്ങളുടെ ആക്ഷേപം. കർശനമായ നടപടി സ്വീകരിച്ച് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഗുണ്ടകളെ അടിയന്തരമായി പോലീസ് കസ്റ്റഡിയിൽ എടുക്കണം, നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. സംഭവത്തെ തുടർന്ന് അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി. നേരത്തെ വീടാക്രമണ കേസിൽ പോലീസ് കേസെടുത്തെങ്കിലും പ്രതികളെ പിടികൂടിയിരുന്നില്ല.